കൃഷ്ണജന്മഭൂമിയെ ചൊല്ലി വലിയൊരു വിവാദം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. വളരെ പതുക്കെയാണെങ്കിലും അത് മുന്നോട്ട് പോയിട്ടുണ്ട്. കൃഷ്ണജന്മഭൂമി മഥുരയിലാണ്. കൃഷ്ണൻ ജനിച്ചത് ജയിലിലായിരുന്നല്ലോ, കംസൻ്റെ ജയിലിൽ. ആ കംസൻ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജയിൽ ഇപ്പോഴും അവിടെയുണ്ട്. അത് ഭൂനിരപ്പിന് താഴെയാണ്. വളരെ ഇടുങ്ങിയ ഒരു പടിക്കെട്ട് ഇറങ്ങിയിട്ട് വേണം. ജയിൽ അടച്ചിരിക്കുന്നു. ആ കമ്പി എഴിയിട്ടതിനുള്ളിൽ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. സാമാന്യം ചെറുതാണ് ഒരു മുറി, എന്നാലും ഒരു ജയിൽ മുറി എന്ന് പറയാം. അതിൻ്റെ പകുതി കമ്പി എഴിയിട്ട് വെച്ചിരിക്കുന്നു. ഈ പടിക്കെട്ടുകൾ കയറി നമ്മൾ തിരിച്ചു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഭീമാകാരമായൊരു പള്ളിയാണ്, മുസ്ലിം പള്ളി. അത് മൊത്തം കണ്ടാൽ നമുക്കറിയാം കൃഷ്ണജന്മഭൂമി കയ്യേറിയാണ് പള്ളി വെച്ചിരിക്കുന്നത്. ആ പള്ളിക്കടിയിലും നമ്മുടെ രാമജന്മഭൂമി പോലത്തെ ഒരു അമ്പലമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ആർക്കിയോളജിക്കൽ സർവേയെ കൊണ്ട് സർവേ ചെയ്യിക്കണം എന്നാണ് ഹിന്ദുക്കളുടെ ആവശ്യം. അതിൻ്റെ പേരിൽ 18 കേസുകളുണ്ട്. മധുരയിൽ 18 കേസുകൾ പലവിധ സംഘടനകൾ, വ്യക്തികൾ ഒക്കെ കൊടുത്തു. ഈ കേസുകൾ നിലനിൽക്കുകയില്ല എന്നാണ് പ്രാഥമികമായിട്ട് മുസ്ലിങ്ങളുടെ വാദം. ഇവർ തമ്മിൽ തർക്കിച്ച് അലഹബാദ് ഹൈക്കോടതിയിലെത്തി. ഈ സ്യൂട്ട്, ഈ കേസ് നിലനിൽക്കുമോ? ഇംഗ്ലീഷിൽ മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയും. അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞത് ഈ അവകാശവാദത്തിന് നിലനിൽപ്പില്ല. അവകാശവാദം ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവകാശവാദം നിലനിൽക്കുമോ? ഈ ഒരു ചോദ്യം ചോദിക്കാൻ, അവകാശം ഉന്നയിക്കാനുള്ള അവകാശം ഹിന്ദുക്കൾക്കുണ്ടോ? ഇതാണ് ചോദ്യം. ഇല്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ വഖഫ് ആക്ട് 2005, ആ വഖഫ് ആക്ട് അനുസരിച്ച് ഒരു മുസ്ലിം പള്ളി നിൽക്കുന്ന സ്ഥലം അത് വഖഫ് സ്ഥലമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ പടച്ചോന് കൊടുത്ത സ്ഥലം, അല്ലാഹുവിന് കൊടുത്ത സ്ഥലം. അങ്ങനെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഭരിക്കുന്നത് വഖഫ് ബോർഡാണ്. ധനികരായ മുസ്ലിങ്ങൾ അവർ ചെയ്യുന്ന ഒരു ദാനധർമ്മം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും പ്രോപ്പർട്ടി വഖഫ് ആണെന്ന് പ്രഖ്യാപിച്ച് എഴുതി കൊടുക്കും. അത് വഖഫ് ബോർഡിന് പോകും. ഇത് കൂടാതെ മുസ്ലിം ഭരണകാലത്ത്, അതായത് അക്ബർ, ബാബർ, ഔറംഗസീബ് ഇതുപോലത്തെ കാടന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരൊരുപാട് ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ച് പള്ളി പണിയുകയും അവരുടെ കൈക്കലാക്കുകയും ഒക്കെ ചെയ്ത് വലിയ കോട്ട പണിയുക, അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, ഹുമയൂൺ സ്റ്റോംബ്, ഷാജഹാൻ്റെ ആളുടെ ഇയാളുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം വഖഫ് പ്രോപ്പർട്ടിയാണ്. ബാക്കി അമ്പലങ്ങളോ സംഗതികളോ ഒക്കെ ആർക്കിയോളജിക്കൽ സർവേയുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ ആകും അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഡൽഹിയുടെ ഏകദേശം 4/3 പ്രദേശം വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി എപ്പോഴാണ് അവർ പാർലമെൻറ്റ് മന്ത്രി അവരുടെയാണെന്ന് പറയാൻ പോകുന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു, വഖഫ് ആക്ട് അനുസരിച്ച് ഒരിക്കൽ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്നും വഖഫാണ്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അങ്ങനൊരു ലോജിക്ക് 2005 ആക്ട് അനുസരിച്ച് ഇത് അവരുടെ ഭൂമിയാണ്. അതിൽ വേറെ ആർക്കും അവകാശം ഉന്നയിക്കാനേ സാധ്യമല്ല. 2005 വഖഫ് ആക്ട് പാസ്സാക്കുകയും പിന്നീട് അത് മോഡിഫൈ ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്തത് 2 പ്രബല കക്ഷികൾ കൈകോർത്താണ് കേട്ടോ. BJPയും കോൺഗ്രസും ചേർന്നാണ്. ഇപ്പോൾ BJPയിലെ പലരും വഖഫ് ആക്ടിനെ പറ്റി മിണ്ടാത്തത് ഈ സാധനം തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്. അന്ന് വലിയ കരഘോഷത്തോടെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഈ ബില്ല് പാസ്സാക്കിയത് BJPയും കൂടെ ചേർന്നാണ്. BJP അന്ന് പ്രതിപക്ഷത്തായിരുന്നു. എന്നിട്ട് പോലും ഈ ബില്ലിന് അനുകൂലമായിട്ട് ഘോരഘോരം പ്രസംഗിച്ച് രോമാഞ്ചം കൊള്ളിച്ച ആൾക്കാരാണ് BJPക്കാർ. അവരും കൂടെ ചേർന്നാണ് വഖഫ് ആക്ട് പാസ്സാക്കിയത്. അത് പ്രകാരം ഈ ക്ലെയിം നിലനിൽക്കില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ സാധാരണ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയും. ഒരു വസ്തു നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ അതിന് ചില കാല പരിധിയുണ്ട്. ചിലത് 3 വർഷത്തിനകം ചെയ്യണം, ചിലത് 14 വർഷം, ചിലത് 17 വർഷം, ഇങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം നിങ്ങളുടെ
അമ്മയുടെ സ്വത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്ത് നിങ്ങളുടെ കയ്യിലല്ല, വേറൊരു ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുക. നിങ്ങളിത് ക്ലെയിം ചെയ്യുന്നില്ല. 30 വർഷം കഴിയുമ്പോൾ ഭൂമി വില കൂടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എടാ അതെൻ്റെ അമ്മയുടെ വസ്തുവാണല്ലോ, അതാ ചേട്ടനെ അടിച്ചുകൊണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കേസിന് പോയാൽ കേസ് നിലനിൽക്കില്ല. താൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അതിനൊരു കാലപരിധിയുണ്ട്, 17 വർഷമോ അങ്ങനെ എന്തോ. ഒരാൾ മേജറാകുന്ന കണക്ക് വെച്ചിട്ടാണ് ഈ 17, 18 ഒക്കെ വന്നത്. എന്തുമായിക്കോട്ടെ, ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വഖഫ് ആക്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും ലിമിറ്റേഷൻ ആക്ട് വെച്ചിട്ടും ഹിന്ദുക്കൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യാമെന്ന് വെച്ചോളൂ. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടുണ്ട്. ഈ ആക്ട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ സ്ട്രക്ചറുകളെല്ലാം തന്നെ, റിലീജിയസ് സ്ട്രക്ചറെല്ലാം തന്നെ ഏത് കണ്ടീഷനിലായിരുന്നോ ആ കണ്ടീഷനിൽ നിലനിർത്തണം എന്നാണ്. അപ്പോൾ അതിൻ്റെ റിലീജിയസ് ക്യാരക്ടർ നിലനിർത്തണം എന്നാണ് ആക്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണജന്മഭൂമി കയ്യേറി പള്ളിയാക്കിയതാണെങ്കിൽ തന്നെ 1947 ആഗസ്റ്റ് 15 മുമ്പാണല്ലോ അതാക്കിയത്. അതുകൊണ്ട് ഇനി അതിൽ തൊടാൻ പാടില്ല. ഈ ആക്റ്റിൽ, ആ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റിൽ, അത് 1991 നരസിംഹറാവു പാസ്സാക്കിയ ആക്റ്റാണ്. ആ ആക്റ്റിൽ രാമജന്മഭൂമി ഒഴിച്ച് ബാക്കിയെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം രാമജന്മഭൂമി അപ്പോഴത്തേക്ക് ഓൾറെഡി കേസായി വഷളായി നിൽക്കുകയാണ്. ഇനി അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാതിരിക്കാനാണ് നരസിംഹറാവു ബുദ്ധിപൂർവ്വം ഈ ആക്റ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഈ 3 തടസ്സങ്ങളാണ് മുസ്ലിം വിഭാഗം ഉന്നയിച്ചത്. ഹൈക്കോടതി ഇത് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ തടസ്സങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല. അതിനാൽ ഇവർ ഹിന്ദു വിഭാഗം ഫയൽ ചെയ്ത സ്യൂട്ടുകളുണ്ടല്ലോ കീഴ്ക്കോടതിയിൽ സ്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഹൈക്കോടതി വരെ പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് കീഴ്ക്കോടതിയിൽ വരണം, സ്യൂട്ട് ആർഗ്യൂ ചെയ്യണം. അപ്പോൾ കീഴ്ക്കോടതിയിൽ ഫയൽ ചെയ്ത സ്യൂട്ടുകൾ നിലനിൽക്കും. ഇതിനകത്ത് വ്യാപകമായൊരു തെറ്റിദ്ധാരണ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റിനെ പറ്റിയുണ്ട്. 1947 ഓഗസ്റ്റ് 15 വെച്ചിട്ട് ഇത് തീർത്തതല്ലേ കേസ്. പിന്നെയും ഓരോ അമ്പലമായിട്ട് കൊണ്ടുവരും. കാരണം ഈ ആക്റ്റിൽ പറയുന്നത് ദ ക്യാരക്ടർ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് എന്നാണ്. എന്തായിരുന്നു 47 ഓഗസ്റ്റ് 15 ക്യാരക്ടർ? ഇപ്പോൾ ജന്മഭൂമി എടുക്കുക, എന്തായിരുന്നു അതിൻ്റെ ക്യാരക്ടർ? അതിൻ്റെ ക്യാരക്ടർ ക്ഷേത്രം തന്നെയായിരുന്നു. നമ്മുടെ ഒരു ക്ഷേത്രം, അതിനകത്ത് 4-5 കള്ളന്മാർ കയറി. അവർ നല്ല കാട്ടയന്മാരാണ്, നല്ല ബലമുണ്ട്, പോലീസിൽ സ്വാധീനമുണ്ട്. അവർ അതിനകത്ത് അങ്ങ് താമസിക്കുന്നു. അത് ക്ഷേത്രമല്ലാതെയാകുമോ? അവർ 6 മാസം താമസിച്ചു എന്ന് വിചാരിച്ചിട്ട് ക്ഷേത്രം അല്ലാതാകുമോ? അവർ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ തല്ലിപ്പൊട്ടിച്ച് അതിൽ ഒരു ദ്വാരമൊക്കെ ഇട്ട് മോഡിഫൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വെച്ച് ക്ഷേത്രമല്ലാതെയാകുമോ? അവർ വിഗ്രഹം അവിടെ നിന്ന് ഇളക്കി മാറ്റിയൊരു മൂലയ്ക്ക് എറിഞ്ഞു കളഞ്ഞു, ക്ഷേത്രമല്ലാതെയാകുമോ? അവർ ക്ഷേത്രം തന്നെ പൊളിച്ചു കളഞ്ഞു, അപ്പോഴും ക്ഷേത്രം തന്നെയാണ്. അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തതാണ്. അവിടെ അവർ വേറൊരു ബിൽഡിങ് കെട്ടി, കാലം കടന്നുപോയി, 400 കൊല്ലം 500 കൊല്ലം കടന്നുപോയി, അപ്പോഴും ക്ഷേത്രം തന്നെയാണ്. ബൈ ക്യാരക്ടർ നിലനിർത്തണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടർ എന്നും ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ ക്യാരക്ടർ. ഒരിക്കൽ പ്രാണപ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ ആ മൂർത്തി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ക്യാരക്ടർ. അതാണ്. ബാക്കി നിങ്ങൾ പുറമേയുള്ള കൺസ്ട്രക്ഷനാണ് നിങ്ങൾ മാറ്റിയിരിക്കുന്നത്, ക്യാരക്ടർ മാറ്റിയിട്ടില്ല. ശരിയല്ലേ? ഈ വാദം വാരാണസിയിലും ഉന്നയിച്ചിരുന്നു, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും. അപ്പോഴും കോടതി പറഞ്ഞു ക്യാരക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് ആക്റ്റിൽ. അതുകൊണ്ട് ക്യാരക്ടർ മാറാത്തിടത്തോളം കാലം ഹിന്ദുക്കൾക്ക് ഒരു ക്ലെയിമുണ്ട്. ആ ക്ലെയിം ശരിയാണോ ഇല്ലെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, പക്ഷേ ക്ലെയിമുണ്ട്. ഇപ്പോൾ കൃഷ്ണജന്മഭൂമിയിലും ആ ക്ലെയിമുണ്ട് എന്ന് ഹൈക്കോടതി സമ്മതിച്ചിരിക്കുന്നു. ഇനി ക്ലെയിമിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ചാണ് വാദം. ക്ലെയിം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വാദം തീർന്നു. ക്ലെയിം ഉണ്ടെന്ന് തീരുമാനിച്ചു. ക്ലെയിം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഈ കേസ് ഉടനെ ഒന്നും തീരുകയില്ല. മാത്രമല്ല, രാമജന്മഭൂമി കാലത്ത് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു യേ തോ പെഹ്ലി ഝാങ്കി ഹേ. ഇത് ആദ്യത്തെ ഒരു നോട്ടം മാത്രമാണ്. കാശി മഥുര ബാക്കി ഹേ. കാശിയും മഥുരയും ബാക്കിയാണ് എന്ന് അന്ന് തന്നെ മുദ്രാവാക്യം വിളിച്ചു. അന്ന് ഈ
നിങ്ങളുടെ സോ കോൾഡ് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും ഒക്കെ നടന്ന ജാഥകളിൽ ആ മുദ്രാവാക്യം വിളിച്ചവനാണ് ഞാൻ. ഹിന്ദി മുദ്രാവാക്യമാണ്, പക്ഷേ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകും, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഏ തോ പെഹലി ഝാങ്കി ഹെ കാശി മഥുര ബാക്കി ഹെ, ആ ബാക്കി ഹെ, ആ ബാക്കിയാണ് ഇപ്പോൾ വരുന്നത്. ഇതുകൊണ്ടും ഇത് നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഡിസ്പ്യൂട്ടുമായിട്ട് ഹിന്ദുക്കൾ മുന്നോട്ട് വരും എന്ന് ഞാൻ കരുതുന്നു. വരുന്നത് നല്ലതാണ്, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഹൃദയപൂർവ്വം മുസ്ലിങ്ങളും മനസ്സിലാക്കണം. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പൂർവികരുടെ കുറ്റവുമല്ല. അന്യനാട്ടിൽ നിന്ന് വന്ന അക്രമികൾ ചെയ്ത കാര്യങ്ങളാണ്. ആ അക്രമികൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിതിനെ ന്യായീകരിക്കാൻ നടക്കുന്നത് എന്തിനാ? മതം നോക്കിയല്ലോ നമ്മൾ മോഷണം, പിടിച്ചുപറി, ഭവനഭേദനം ഇതൊക്കെ ന്യായീകരിക്കുന്നത് മതം നോക്കിയാണോ? ഭവനഭേദനമാണ്. ക്ഷേത്രം നശിപ്പിച്ചത് ക്ഷേത്രം നശിപ്പിച്ചതാണ്. അത് അന്യനാട്ടിൽ നിന്ന് വന്ന കൊള്ളക്കാരൻ നശിപ്പിച്ചു. അയാൾ മുസ്ലിം ആയിരുന്നു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ അയാളെ പിന്തുണയ്ക്കേണ്ട കാര്യം എന്താ? ഇക്കണക്കിന് നാളെ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ അയാൾ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ അയാളെ പിന്തുണയ്ക്കേണ്ടി വരുമോ? ഇതെന്തൊരുപാട്. മുസ്ലിങ്ങൾ ഇത് വിട്ടുകളയുക, ഈ വൃത്തികേടിന് പോകരുത്. നിങ്ങളുടെ മതത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് ഈ ഔറംഗസീബിനെ, ഈ തല്ലിപ്പൊളികളൊന്നും അംഗീകരിക്കാൻ നിൽക്കരുത്. ഗ്രേസ്ഫുള്ളായിട്ട് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാമജന്മഭൂമി എത്രയോ പണ്ടേ തീർന്നു പോകുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ മുസ്ലിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരാണ് സമ്മതിക്കാഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ കൂത്തിത്തിരിപ്പിന് കയ്യും കണക്കുമില്ല. ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന KK മുഹമ്മദ് പറഞ്ഞു, എഴുതി. നമ്മളുടെ സ്വന്തം ചരിത്രകാരനായ MGS നാരായണൻ ICHRൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നപ്പോൾ എഴുതി, അല്ലായിരുന്നപ്പോൾ എഴുതി. എത്രയോ ലേഖനങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇവർ നടത്തിയ കുത്തിത്തിരിപ്പാണ് ഇത്. സമ്മതിക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ. അവർ വേറെയും ചോദിക്കും. അവസാനം മുസ്ലിങ്ങൾ ചോദിച്ചു വേറെ ചോദിക്കുകയും കൊടുക്കണം, അവരുടെ ആണെങ്കിൽ കൊടുക്കണ്ടേ? നിങ്ങളുടെ സ്വത്ത് കുറച്ചു കാലം എൻ്റെ കയ്യിലിരുന്നു. എൻ്റെ അച്ഛനോ മുത്തച്ഛനോ തട്ടിപ്പറിച്ചെടുത്തതാണ്. ഞാൻ മാന്യനാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ, മോഹൻദാസേ ഇത് ഞങ്ങളുടെയാണ്, നിങ്ങളുടെ മുത്തച്ഛൻ ഇച്ചിരി റൗഡിയായിരുന്നു, അന്ന് കയ്യേറിയതാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാന്യനാണെങ്കിൽ ഞാൻ കണക്ക് നോക്കിയിട്ട് ശരിയാണ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയണം. അതല്ലേ മാന്യന്മാർ ചെയ്യേണ്ടത്, മര്യാദക്കാർ ചെയ്യേണ്ടത്. മുസ്ലിങ്ങളിൽ മര്യാദക്കാർ കുറവൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ ഈ വേണ്ടാത്ത പിടിവാശിക്ക് പോകരുത്. നമുക്ക് ഒരുമിച്ച് കഴിയാനുള്ളൊരു നാടാണിത്. ഹിസ്റ്റോറിക്കലി എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനൊക്കെയുള്ള ഒരു ഹൃദയവിശാലത നമുക്ക്. മാത്രമല്ല, ഇത് മുസ്ലിങ്ങൾ ചെയ്തത്, ഇന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്ത പ്രവൃത്തിയേ അല്ല, ഇത് ഫോറിനേഴ്സ് ചെയ്ത പ്രവൃത്തിയാണ്. ദേ ഹാപ്പൻ ടു ബി മുസ്ലിംസ്, ഇത്രയേ ഉള്ളൂ. എന്തിനാണ് നിങ്ങൾ അവരുടെ പൈതൃകം പേറാൻ നടക്കുന്നത്? അതുകൊണ്ട് എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഗ്രേസ്ഫുള്ളായിട്ട് നിങ്ങൾ ഇത്തരം ക്ലെയിം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് യുവേഴ്സ്, ടേക്ക് ഇറ്റ് എന്ന് പറയുക. അതാണ് ഒരു മതത്തിൻ്റെ, മത നേതൃത്വത്തിൻ്റെയൊക്കെ ഗ്രേറ്റ്നസ്. അത് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.